വെൽക്കം ബാക്ക് ടു യൂഷ്വൽ സൈക്കോ. അപ്പോ എല്ലാ ബിഗ് ബോസ് ഫാൻസിനും, പ്രത്യേകിച്ച് ജാസ്മിൻ കുഞ്ഞിന്റെ PR കുഞ്ഞുങ്ങൾക്കും, അതുപോലെ തന്നെ ജാസ്മിൻ കുഞ്ഞിന് കുറെ ഫാൻസ് ഉണ്ട് എന്ന് എനിക്ക് ഇന്ന് എനിക്കത് ബോധ്യമായി. അപ്പൊ അവർക്കും, നമ്മുടെ ജിൻഡോ ചേട്ടന്റെ ഫാൻസിനും, ഋഷിയുടെ ഫാൻസിനും, എല്ലാവരുടെയും ഫാൻസിന് വേണ്ടി ഞാൻ ഇന്ന് ഈ വീഡിയോ അങ്ങോട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം. സംഗതി വേറൊന്നുമല്ല, ഇന്നത്തെ ജസ്റ്റ് 1 മണിക്കൂർ മുന്നേ യൂട്യൂബില് മൈൽ സ്റ്റോൺ മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ മീഡിയയില് ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു. ജസ്റ്റ് 1 മണിക്കൂർ ആയിട്ടുള്ള അത് അപ്പ് ചെയ്ത ഉടനെ തന്നെ എനിക്കത് നാളത്തേക്ക് വെക്കാൻ തോന്നിയില്ല. അത് തന്നെയാണ് ഞാൻ എത്രയും പെട്ടെന്ന് ഞാൻ ആ വീഡിയോ കണ്ട് ഞാനത് റിയാക്ട് ചെയ്യാൻ കുറച്ച് ക്ലിപ്സ് എടുത്തു വെച്ചത്. സംഗതി വേറൊന്നുമില്ല, നിങ്ങൾ കണ്ടിരിക്കണം. ബിഗ് ബോസ് ഫാൻസ് ഇത് കണ്ടിരിക്കണം. ഈ ഒരു ഇന്റർവ്യൂ വേറെ ആരുടെ ഇന്റർവ്യൂക്കാട്ടിലും കൂടുതൽ വേറെ നമ്മുടെ ഇപ്പൊ റസ്മിൻ ഭായി ആണെങ്കിലും സിബിൻ ആണെങ്കിലും അങ്ങനെ എല്ലാരും വന്നിരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ ഇന്റർവ്യൂ. അതിനെക്കാട്ടിലൊക്കെ കൂടുതൽ നിങ്ങൾ പോയി കാണേണ്ട ഒരു ഇന്റർവ്യൂ എന്ന് എനിക്ക് തോന്നിയൊരു ഇന്റർവ്യൂ ആണിത്. നിങ്ങൾക്ക് അറിയായിരിക്കും, റോഹൻ എന്ന് പറയുന്ന ഒരു ആങ്കർ, ലൈക്ക് ബ്രില്യൻ ക്വസ്റ്റ്യൻസ് ആണ് അളിയന്റെ ഭയങ്കരമായിട്ട്. ഞാൻ പേഴ്സണലി ഞാൻ കണ്ടിട്ടില്ല റോഹനെ. എനിക്ക് ചില ആങ്കേഴ്സിനെയൊക്കെ എനിക്ക് അറിയാം പേഴ്സണലി. സോ എങ്ങനെയാണെങ്കിലും അധികം വൈകാതെ ഞാൻ റോഹനെ മീറ്റ് ചെയ്യും. എനിക്കൊരു കൺഗ്രാറ്റ്സ്, ഐ നീഡ് ടു ഗിവ് ഹിം എ ബിഗ് ഹഗ് മക്കളെ. കാരണം വേറൊന്നും കൊണ്ടില്ല, നല്ല അടിപൊളി ഇന്റർവ്യൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആങ്കർ തന്നെയാണ് വന്ന് ഇരിക്കുന്നത് ഓപ്പോസിറ്റിൽ റോഹന്റെ. അപ്പൊ അവർ തമ്മിൽ ബിഗ് ബോസിന്റെ ഒരു ഡിസ്കഷൻ ആണ്. അപ്പൊ ഈ വന്നിരിക്കുന്ന നമ്മുടെ ജാസ്മിൻ കൊച്ചിന്റെ അമ്മായിയാണ് കേട്ടോ. ജാസ്മിൻ കൊച്ചിന്റെ അമ്മായിയായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഇരുന്നങ്ങ് വെളുപ്പിക്കുക, ജാസ്മിൻ കൊച്ചിനെ ഇരുന്നങ്ങ് വെളുപ്പിക്കാൻ നോക്കും അമ്മായി. പക്ഷെ റോഹൻ മോൻ അങ്ങോട്ട് കൊടുത്ത് നല്ല നല്ല പടക്കം ഉണ്ടല്ലോ, ഗുണ്ട് അണ്ണാക്കിൽ വെച്ച് അങ്ങോട്ട് കൊടുത്ത് ചേച്ചിക്ക് ഒന്നും പറയാൻ പറ്റാതെ ലാസ്റ്റ് ഇരുന്നങ്ങ് വിയർക്കുവാ ചേച്ചി. എന്തൊക്കെയോ പറഞ്ഞ് മറ്റേ ഒടക്കുണ്ടാക്കി പോണെന്നുള്ള റോഹന്റെ ഒരു ഫ്രണ്ടിൽ വരുന്ന ആളുകൾ എല്ലാരും ലാസ്റ്റ് വടക്കുണ്ടാക്കിയിട്ടാണ് അവിടുന്ന് മിക്കവരും പോകുന്നത്. ഇല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഒരു അവിടെ പൊട്ടും. അപ്പൊ ഇത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ അമ്മായിയെ പിടിച്ച് ഒരു പൊട്ടിന് കൊടുക്കാൻ തോന്നും. അങ്ങനത്തെ വർത്താനമാണ് ഈ അമ്മായി പറയുന്നത്. അമ്മായി വെളുപ്പിക്കാനങ്ങ് നോക്കുക. അമ്മായി എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ജാസ്മിൻ ഫാൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് അങ്ങാട്ടാ കേട്ടാ. കാരണം ജാസ്മിൻ അവിടെ കാണിച്ച പല കാര്യങ്ങളും അമ്മായി നേരെ ഉൾട്ടയാക്കുക, നേരെ അങ്ങ് മാറ്റിക്കളയുക. അങ്ങനെ ചെയ്തിട്ടില്ല ജാസ്മിൻ എന്നുള്ളൊരു ഫോമിലെ കാണുന്ന നമ്മളൊക്കെ പൊട്ടന്മാര്. ആ ഒരു എങ്ങനെ പറ്റുന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് ആ ക്ലിപ്സ് ഒന്ന് കാണാം, എന്നിട്ട് ഞാൻ സംസാരിക്കാനെ പറ്റി. നിങ്ങൾ എന്തായാലും ഈ വീഡിയോ മിസ് ചെയ്യരുത്, ലൈക്ക് സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണ്. നിങ്ങൾക്ക് ചിരിക്കാനുള്ള വകയുണ്ട്. ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ള വരെ കാര്യങ്ങൾ, അതുപോലെ എനിക്കുള്ള ഡൗട്ട്സ് ഒക്കെ ഞാൻ ക്ലിയർ ചെയ്യാറുണ്ട്, നിങ്ങളോടാണെങ്കിലും ചോദിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ഡിസ്കസ് ചെയ്ത കുറെ കാര്യങ്ങളാണ് ഇവിടെ റോഹൻ പച്ചയ്ക്ക് മുഖത്ത് നോക്കി ചോദിക്കുന്നുണ്ട്. എന്തായാലും കാണ്. പക്ഷെ എവിടേക്കോ കപ്പ് ഒരാളിലേക്ക് മാത്രം പ്രീ പ്ലാൻഡ് ആയിട്ട് പോകണമെന്നൊക്കെ തോന്നുന്നു. കപ്പ് ഓഫ് കോഴ്സ് ഒരാൾക്കല്ലേ കിട്ടുള്ളൂ. അതെ, പിന്നെ അതെങ്ങനെ പ്രീ പ്ലാൻഡ് ആണ്? അത് ഗെയിമിനനുസരിച്ച് പോയി അവസാനം വരെ നിന്ന് കളിച്ച് ആക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എവിടേക്കോ ഈ തുടക്കം മുതൽ പ്രീ പ്ലാൻഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഫേവറിസം കാണിച്ച് അങ്ങനെ ഒരാളിലേക്ക് മാത്രം ഫോക്കസ് ആയി പോകുന്നു. പേഴ്സണലി അല്ല, ഒരു ഫേവർ ചെയ്ത് പോരെന്ന് വെച്ചാൽ ഒരു ബിഗ് ഷോ ആണ്. ആ ബിഗ് ഷോയിൽ എനിക്ക് പേഴ്സണലി ഒരു ഫീൽ ചെയ്തത്, ഒരാൾ നല്ല ഒരു ശക്തി കേന്ദ്രമായിട്ട് ഒരു ഷോയെ കൊണ്ടുപോകുന്നു എനിക്ക് ഗെയിമിലൂടെ അല്ലെങ്കിൽ ഗെയിം ചേഞ്ചിങ്ങിലൂടെ പോകുന്നു എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് ജാസ്മിൻ ജാഫറാണ്. അതായത് അവര് ഒരു എന്താ പറയുക, ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വലതയോടുകൂടി ആ ഷോയിലേക്ക് കയറുകയും പിന്നീട് പല പല രീതികൾ, അതായത് ആ ഷോ എടുത്തു നോക്കിയാൽ ജാസ്മിൻ ജാഫറിന്റെ പേര് പറയാത്ത, അതായത് BB6 എന്ന് പറഞ്ഞ ഷോ എടുത്തു നോക്കിയാൽ ജാസ്മിൻ ജാഫർ എന്ന് പറഞ്ഞ വേറൊരു കണ്ടസ്റ്റന്റിന് പറഞ്ഞില്ലെങ്കിലും ജാസ്മിൻ ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വരത ഒന്നുമല്ല, ചെറുപ്പത്തിന്റെ ജാസ്മിന്റെ കാര്യം പറയുമ്പോ മൊത്തം ഉടക്കാൻ നാക്ക്. ചെറുപ്പത്തിന്റെ ഊർജ്ജസ്വരതയല്ല, ചെറുപ്പത്തിന്റെ ഒരു ബാക്കി പറഞ്ഞ കൂടിപ്പോവും. ഒരു സാധനം ഉണ്ട് ചെറുപ്പത്തില്, അത് ചെറുപ്പത്തിൽ ഉണ്ട്, മനുഷ്യന്മാർക്ക് ആ ഒരു സാധനം ഉള്ളതാ. പക്ഷെ ഈ കൊച്ചിന് കുറച്ച് കൂടുതലാ അത് എന്നാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതാണ് ഞങ്ങൾ ജനങ്ങൾ കണ്ടത്. ഓക്കെ, അല്ലാതെ വേറൊന്നും അല്ല. പിന്നെ ജാസ്മിന്റെ പേരെല്ലായിടത്തും പറയുന്നു, പൊക്കിയെടുത്ത് തലയിൽ നടക്കുന്നു. ചേച്ചി പൊട്ടിയാണോ? എനിക്ക് അറിയാൻ പാടില്ല. ജാസ്മിൻ ആണ് ആ ഷോ കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞാണ്, ജാസ്മിൻ ആണ് കൊണ്ടുവന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ജാസ്മിനും കൂടെയാണ് കൊണ്ടുപോകുന്നത്. എന്ന് വെച്ചാൽ ജാസ്മിൻ അല്ല മൊത്തത്തിൽ അങ്ങ് ടേക്ക് ഓവർ ചെയ്ത് കൊണ്ടുവന്നത്. പക്ഷെ ജാസ്മിൻ ഒരു പ്രധാന പങ്കുണ്ട്. ഒരു 60 എപ്പിസോഡ് വരെയൊക്കെ പോയി നിങ്ങൾ നോക്കിയാൽ മതി. നമുക്ക് എല്ലാവർക്കും ഉള്ള കണ്ടന്റ് എന്തായിരുന്നു? നമ്മളെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിച്ചിരുന്ന ആരെ പറ്റിയാ? ജാസ്മിൻ ഗബ്രി. സോ അവൾ അതിനകത്ത് ഒരു മെയിൻ ഒരു ഐറ്റം ആണ്. എന്ന് വെച്ചിട്ട് അവളാണ് ഷോ കൊണ്ടുവന്നതല്ല, അവളാണ് കണ്ടന്റ് തരുന്നത്. അതുപോലെ തന്നെ ചേച്ചി പറയുന്നുണ്ടല്ലോ, എല്ലാരും ജാസ്മിൻ ജാഫറിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ വെറുതെ അല്ല സംസാരിക്കുന്നത്. ജാസ്മിൻ എന്ന് പറയുന്നത് കൂടെ ഒരു വാലും കൂടെ ഉണ്ടല്ലോ, ജാഫർ. ആ ഉണ്ടാക്കിയ ജാഫറിന്റെ തന്തയ്ക്കും തലവഴിയാണ് ഇവിടെ നാട്ടുകാർ പറയുന്നത്. എങ്ങനെ ഇങ്ങനെ ഒരു സാധനത്തിനെ ഉണ്ടാക്കി എന്നുള്ള ചോദ്യങ്ങളാണ് ഇവിടെ പുറത്തു വരുന്നത്. മനസ്സിലായില്ലേ? അല്ലാതെ പൊക്കിയെടുത്ത് തല വെച്ച് ജാസ്മിൻ മോളെ ഉണ്ടാക്കിയ ജാഫറിക്ക അടിപൊളി ഇതല്ല പറയുന്നത്. ചേച്ചിക്ക് എന്താ ബോധമില്ലേ?
നിങ്ങൾ ബിഗ് ബോസിന്റെ അകത്തല്ലല്ലോ, പുറത്തല്ലേ. ഇവിടെ ഈ പുറത്ത് സോഷ്യൽ മീഡിയ കാണുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കൂടെ? ഞാൻ ജാസ്മിന്റെ ഫാമിലി ഒന്നും പറഞ്ഞതല്ല, പക്ഷെ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞതാണ്. ഇതല്ലേ നടക്കുന്നത്? ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിൽ എന്റെ കാണുന്ന ആളുകൾ ഒന്ന് പറഞ്ഞതാ. ഇതല്ലേ പുറത്ത് നടക്കുന്നത്? ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ കുറെ പേർക്ക് അതങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ പറഞ്ഞത് ജാസ്മിനെ മറ്റേ പൊക്കാനോ ഒന്നും അല്ല, ഉള്ള കാര്യമാണ് പറഞ്ഞത്. ജാസ്മിൻ കൊണ്ടുപോകുന്നുണ്ട് ആ ഷോ എങ്ങനെയാണ് ജാസ്മിൻ കൊണ്ടുപോകുന്നത്? ഒരു നെഗറ്റീവ് പേഴ്സൺ ആയിട്ട് നിന്നിട്ട് നമ്മൾ പുറത്ത് സംസാരിക്കുന്നതും തെറി പറയുന്നതും ജാസ്മിനെയും ജാസ്മിന്റെ ഫാദറിനെയൊക്കെ എന്തോരം തെറി അവിടെ ആളുകൾ പറയുന്നത്. സോ അങ്ങനെയാണ് ജാസ്മിൻ കൊണ്ടുപോകുന്നത് പറയുന്നത്. തെറി കേട്ട് അത് ആ ഷോയ്ക്ക് അത് നല്ല ബെനിഫിറ്റാ. നമ്മള് പൊട്ടന്മാരാ. ഷോയ്ക്ക് നല്ല ബെനിഫിറ്റാ, നല്ല രീതിയിൽ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട് ഷോയ്ക്ക്, നല്ല TRP ഉണ്ട്. പക്ഷെ ഇത് അവളുടെ ലൈഫിൽ അവക്ക് വലിയൊരു പ്രശ്നമായിട്ട് വരും. അപ്പൊ ഈ വെളുപ്പിക്കുന്ന അമ്മായി ഒന്നും കാണത്തില്ല. ബാക്കി ജിൻഡോയൊക്കെ എനിക്ക് പിന്നീടാണ് പറഞ്ഞത്. എനിക്ക് ജാസ്മിനായിട്ടുള്ള ഇഷ്യൂ കൊണ്ടൊക്കെ തന്നെയാണ് ടിക്കറ്റ് ഫിനാലിക്ക് ആദ്യം പോയത് അഭിഷേകാണ്. ഇത്രയും മത്സരാർത്ഥികൾ അവിടെ വരുന്നു അല്ലെ, സംഭവിക്കുന്നില്ല. സോ അത്രയും നല്ല ഗെയിമേഴ്സ് അവിടെ ഉണ്ടായിട്ട് വരാൻ എന്നുള്ള രീതിയിലേക്ക് ഒരാൾക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ തന്നെയാണ് ഈ കണ്ടസ്റ്റൻസിനും ഓഡിയൻസിനും പ്രീ പ്ലാൻഡ് ആണെന്ന് തോന്നി തുടങ്ങുന്നത്. അവിടെ ജാസ്മിൻ അത് കളിക്കുന്നില്ലേ? ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ജാസ്മിൻ നന്നായിട്ട് കളിക്കുന്നു. ഈ ജാസ്മിൻ നന്നായി കളിക്കുന്നതിനൊപ്പം തന്നെ ഈ ഗബ്രി വിഷയമാണ് തുടക്കത്തിൽ വന്നിട്ടുണ്ട് അല്ലെ. ഈ വിഷയങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. ഇതിന്റെ ഒപ്പം വന്നൊരു ഫോൺ കോൾ ഉണ്ട് ജാസ്മിന് അല്ലെ, വീട്ടിൽ നിന്ന് വന്നു വിളിച്ചു എന്ന് സംസാരിച്ചു. പിന്നീട് അത് നമ്മളിലേക്ക് പ്രഷറിലേക്ക് എത്തുന്നത് ഉപ്പ് ഹോസ്പിറ്റലാണ് അല്ലെ, അതുമായി ബന്ധപ്പെട്ട് വിളിച്ച കോളാണ്. അങ്ങനെ വിളിച്ച കാരണമായിരുന്നെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ആ കോളിലെ സംഭാഷണങ്ങൾ ഓഡിയൻസിനെ ടെലികാസ്റ്റ് ചെയ്തു? അത് അതിനകത്ത് ലാലേട്ടൻ പ്രത്യേകിച്ച് പറയുന്നുണ്ടല്ലോ, ഒരാളുടെ പ്രൈവസിയാണ്, അതായത് അയാളുടെ ഫാമിലി പ്രൈവസിയാണ്. അത് ഇപ്പൊ തന്നെ സിജോയെ അടിച്ചിട്ടപ്പോ അയാളെ ഹോസ്പിറ്റലിൽ കൊണ്ട് നമ്മളതൊന്നും കാണിക്കുന്നില്ല. അതുപോലെ തന്നെയാണ് ജാസ്മിൻ സംസാരം ഇങ്ങനെ പറയുമ്പോൾ അങ്ങനെ വിളിച്ച് സംസാരിക്കുമ്പോൾ അതിന്റെ ഒപ്പം എന്തൊക്കെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും ഒരു കോഡ് ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ മറ്റു ഭാഷകളിലൂടെ പുറമെ എങ്ങനെയാണ് ജാസ്മിനെ വിലയിരുത്തുന്നത് പറയില്ല. ബിഗ് ബോസിൽ ഇരിക്കുന്നവരൊന്നും പൊട്ടന്മാരല്ല. ബിഗ് ബോസിൽ ഇരിക്കുന്നവർ പൊട്ടന്മാരല്ല, പക്ഷെ ബിഗ് ബോസിൽ ഇരിക്കുന്നവർ ചെയ്യുന്നതുകൊണ്ട് കാണുന്നവരാണ് പൊട്ടൻ. സത്യം, ഞാനിത് കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഡയലോഗ് അല്ലേ, സെയിം ഡയലോഗ് അല്ലേ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ബിഗ് ബോസിൽ ഇരിക്കുന്നവന്മാരല്ല പൊട്ടന്മാര്, ഇത് കാണുന്ന നമ്മളാണ് പൊട്ടന്മാര്. മനസ്സിലായില്ലേ? ഏതാണ്ട് എന്റെ അവന്റെ ഒരേ മൈൻഡാന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ, മെന്റാലിറ്റി ഏതാണ്ടൊക്കെ ചെയ്യുമ്പോ ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് എന്റെ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവും. നമ്മളാണ് പൊട്ടന്മാര് അല്ലേ? പിന്നെ നമ്മുടെ ജാഫർ വാപ്പയുടെ മറ്റേ ബ്ലോക്ക് ഡാഡിയുടെ കേസ്, ബ്ലോക്ക് ഡാഡി വിളിച്ച ആ ഒരു പരിപാടി നമ്മളെ ആരും കേൾപ്പിച്ചില്ലത്. അതുപോലെ തന്നെ ഇവർ പറയുന്ന ഒരു കാര്യമാണ്, ലാലേട്ടൻ വന്നപ്പോഴും അവരുടെ പേഴ്സണൽ കാര്യമാണ്. ഈ പേഴ്സണൽ കാര്യം എന്താണ് എന്ന് പറയുന്നുണ്ട്, വയ്യാതായത്. ഈ പേഴ്സണൽ കാര്യം വയ്യാതായ കാര്യമാണെങ്കിൽ ആ ഒരു പേഴ്സണൽ കാര്യം ഇവർ പറയുന്നുണ്ട്, ഇതായിരുന്നു ഞങ്ങൾ സംസാരിച്ചതെന്ന്. എന്നാ അത് കാണിക്ക്, അത്രയല്ലേ ഇവിടെ ഞങ്ങൾ അത് കാണിക്കാൻ, അത് കേൾപ്പിക്ക്, അതല്ലേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്, ഈ കോഡും പരിപാടിയൊക്കെ വെച്ച് ഇവര് ചിലപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിലോ എന്നുള്ളൊരു സാധനം അതൊക്കെ വിടുക. പക്ഷെ ഈ ഒരു ചോദ്യത്തിന് മറുപടി തരണം. പേഴ്സണൽ കാര്യമാണ്, ഈ പേഴ്സണൽ കാര്യം നമുക്ക് ഒരു പരിധിയിൽ കൂടുതൽ ഒരാളുടെ പേഴ്സണൽ കാര്യം അറിയണ്ട. പക്ഷേ ഈ പേഴ്സണൽ കാര്യം എന്തായിരുന്നു എന്ന് അവര് തന്നെ പറയുന്നത് വയ്യാഴികയെ പറ്റി സംസാരിച്ചതാണ്. അതപ്പോ അത്ര വലിയ പറയുന്നുണ്ട് പുറത്ത്, അപ്പൊ പിന്നെ അത് പേഴ്സണൽ അല്ല, അത് പുറത്തറിഞ്ഞു വയ്യാഴികയെ പറ്റിയാ സംസാരിച്ചതെന്ന്. എങ്കിൽ അത് കേൾപ്പിക്കൂ, അതേ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അതിവിടെ നടക്കുന്നില്ല. അപ്പം അവരെന്താ സംസാരിച്ചത്? ഇപ്പം ഫേവറിസത്തിന്റെ കാര്യം സംസാരിക്കുന്നുണ്ടല്ലോ അവര്. ഓഫ്കോഴ്സ് ഫേവറിസം കാണിച്ചിട്ടില്ലേ, ഇതുവരെ ജാസ്മിൻ അവിടെ ഫേവറിസം കാണിച്ചിട്ടില്ല എന്നാണ് ഈ അമ്മായി പറയുന്നതെങ്കിൽ അമ്മായിക്ക് തലയ്ക്ക് ഓളമാന്നേ ഞാൻ പറയത്തുള്ളൂ. ഞാനതേ പറയത്തുള്ളൂ. ഈ കാണുന്നതിനകത്ത് എത്ര പേർക്ക് അത് മനസ്സിലാവുമെന്ന് എനിക്കറിയത്തില്ല, ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം നമ്മൾ കണ്ടത് മൊത്തം അവളോട് കാണിച്ച ഫേവറിസമാ. അവളുടെ വാപ്പയുടെ കേസിൽ, കോൾ ചെയ്ത കേസിൽ അവളുടെ വാപ്പ വന്നിട്ട് മറ്റേ പറയുമ്പോഴത്തേക്ക് ബിഗ് ബോസ് മറ്റേ വാണിംഗ് കൊടുത്ത് അകത്ത് വിളിച്ച് ഒരു സാധനം പറയുന്നുണ്ടല്ലോ, അതുപോലെ തന്നെ സായി വന്നിരുന്ന് പറയുന്നുണ്ട് കേറിയത്. സായി കുറെ പേരുടെ സംശയം അത് സായി വന്ന് കേറിയത് ഇവക്ക് ഇത് പറഞ്ഞു കൊടുക്കാനാണോ എന്ന്. എനിക്കത് ഇടയ്ക്കും തോന്നി, പിന്നെ വിട്ടു കളഞ്ഞു. ഇല്ലേ, ഇതൊക്കെ അവക്കെ അവിടെ കിട്ടിയിട്ടുള്ളൂ. ഈ പെണ്ണുമ്പിള്ള ഇതൊന്നും അറിയുന്നില്ല. ഈ അമ്മായി സോറി പെണ്ണുമ്പിള്ള എന്ന് വിളിക്കാൻ പറ്റില്ല, ക്ഷമിക്കുക ചേച്ചി. ഈ അമ്മായി ഇതൊന്നും അറിയുന്നില്ലേ? അങ്ങനെ ചോദിക്കാലോ, അറിയുന്നില്ലേ? ഇനി അതും ഞാൻ പറഞ്ഞ അമ്മായി എന്നൊക്കെ വിളിക്കുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. പക്ഷെ എനിക്ക് ഇതിൽ കൂടുതൽ അവരെ മാന്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ അറിയത്തില്ല. കാരണം ഇത്രയൊക്കെ വന്നിരുന്ന് വെളുപ്പിക്കുന്നത് ഇതൊന്നും അല്ല, കുറച്ചും കൂടെ ഉണ്ട്. നിങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ എനിക്ക് ഇന്റർവ്യൂ നിങ്ങളെ കാണിച്ചു എന്ന് വെറുപ്പിക്കാൻ താല്പര്യമില്ല. കാരണം ഇത് മൊത്തത്തിൽ നിങ്ങൾ അവർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ റോട്ടിൽ വെച്ച് നാളെ അവരെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ബിഗ് ബോസിനെ ഭയങ്കര അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ചിലപ്പം കിട്ടുന്ന വല്ലതും വെച്ച് വല്ല ചാണകമൊക്കെ എടുത്ത് ഇവരുടെ മുഖത്തെറിയും. ആ ഒരു അവസ്ഥയാണ് ഇരുന്ന് വെളുപ്പിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത്. കുറച്ചും കൂടെ എന്തായാലും ഒന്ന് കാണും.
ഫ്ലോപ്പ് ആയി പോയത്. ഈ ഷോ ഒരു ഫ്ലോപ്പ് അല്ല, കോൺട്രവേഴ്സ്യൽ ആണെന്നേ ഉള്ളൂ. ഫ്ലോപ്പ് ആയി പോയതുകൊണ്ടാണ് ഫ്ലോപ്പ് ആയതുകൊണ്ടാണ് ഇതുവരെയുള്ള സീസണിലെ ഏറ്റവും മോശം സീസണാണ്. കേട്ടായിരുന്നോ? കണ്ടില്ല ലാലേട്ടൻ പറയുന്നുണ്ട്. അടുത്ത എപ്പിസോഡ് കാണാൻ വേണ്ടി ലാലേട്ടൻ പറയുന്നത് പറയാൻ പറ്റില്ല. അപ്പൊ എനിക്ക് തോന്നുന്നു ശാരീരിക കണ്ടിട്ട് വന്നിരിക്കുന്നത് ലാലേട്ടൻ തന്നെ അവതാരം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എങ്കിൽ ലാലേട്ടൻ പറഞ്ഞിട്ടുള്ള എപ്പിസോഡ് ആദ്യം കാണുക. ലാലേട്ടൻ സംസാരിക്കുന്നത് ഫ്ലോപ്പ് ആണ് സംസാരിച്ചെന്നുള്ളത് അവതാരം തന്നെ പറഞ്ഞു. ഈ ചേച്ചിയുടെ തലയ്ക്കകത്ത് ഒന്നുമില്ല, ഒരു ഇത്തിരിയെങ്കിലും ഒരു വിവരം എന്ന് പറഞ്ഞ സാധനം. ലാലേട്ടൻ വന്ന് പറയുന്നത് നമ്മളെല്ലാരും കണ്ടതാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് ഞാൻ പേഴ്സണലി നോട്ട് ചെയ്തൊരു കാര്യമാണ്. ലാലേട്ടൻ വന്ന ഒരു പ്രാവശ്യം പറയുന്നുണ്ട് ഏറ്റവും ബോർ ഒരു സീസണാണ് ഇതെന്ന് പറഞ്ഞത്. അപ്പൊ ഈ പെണ്ണുപിള്ള പറയുന്നത് എന്താ നിങ്ങൾ കേട്ടോ? അവര് പറയുന്നത്, ഞാൻ വീണ്ടും അവരെ പെണ്ണുപിള്ള എന്നൊക്കെയാണ് വിളിക്കുന്നത്, സോറി ക്ഷമിക്കുക, അങ്ങനെ വിളിക്കാൻ പാടില്ല എന്നാണ് എന്റെ സോറി. ജാസ്മിന്റെ മറ്റേ സാരം തോന്നുന്നു എനിക്കും മറ്റേ ദേഷ്യം കയറിയിട്ടുണ്ടല്ലോ. കാരണം ഓരോ ആൾക്കാർ പറയുന്ന കേൾക്കുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് ഇങ്ങനെയൊക്കെ കുറെ ആളുകൾ കുറച്ചു മുന്നേ എനിക്ക് വന്ന് കമന്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഞാൻ മറ്റേ ജാസ്മിന്റെ PR ആണ് ജിൻഡോടെ ഉള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം. ഇതിപ്പോ നോക്ക്, ഇതിപ്പോ ഇവര് കാണിക്കുന്നതിനെ നമ്മൾ ഒപ്പോസ് ചെയ്താൽ അറിയാതെ ദേഷ്യം വന്ന് എന്തെങ്കിലും ഒരു വാക്ക് നമ്മുടെ വായിന് വീണാൽ തെറ്റാണ്. ഞാൻ പക്ഷെ ആദ്യമേ തന്നെ ചോദിക്കുകയാണ്, ആ ഒരു ദേഷ്യത്തിന്റെ പുറത്ത് വിളിച്ചു പോയതാണ് പെണ്ണുപിള്ള എന്ന് ക്ഷമിക്കുക. ആ ചേച്ചി അപ്പൊ ആ ചേച്ചി പറയുന്നതിനകത്ത് നിങ്ങൾ നോക്കുക, ലാലേട്ടൻ വന്ന് പറഞ്ഞത് അതായത് ഈ സീസൺ ഏറ്റവും ബോറാണ് എന്ന് പറഞ്ഞത് ഇനിയും ആളുകൾ അത് കാണാൻ വേണ്ടിയിട്ടാണെന്ന്. എന്താ പറയണ്ടേ ഇവര്? ഇനി അങ്ങനൊരു പറഞ്ഞ കാര്യം മോശം കാര്യങ്ങൾ ഒന്നും കണ്ടിട്ടില്ല. ഇല്ല, ഒന്നും കണ്ടിട്ടില്ല, ഞാൻ അവിടെ കണ്ടിട്ടില്ല. എങ്കിൽ കൃത്യമായിട്ട് ഈ ചായയിൽ തുമ്മണതും തുപ്പി കൊടുക്കുന്നതും മോശം കാര്യങ്ങളല്ല. തുമ്മൽ വന്നാൽ ചായ മാറ്റി പിടിച്ച് തുമ്മൽ വന്നിട്ട് പുറത്തേക്ക് തുപ്പണം, ചായക്കല്ല തുപ്പ. കൊടുത്തിട്ടില്ല, ചായ കൊണ്ടെടുത്ത് കണ്ടില്ല. ഞാൻ കണ്ടതാണ് ജാസ്മിൻ ഇങ്ങനെയാണ് തുമ്പിയത്. കപ്പിലേക്കാണ് തുമ്പിയത്. കാഴ്ച കുറവുണ്ടോ? അങ്ങനെ കണ്ടിട്ടുണ്ട്. ഇത് ശാരീരിക ഒരു പോയിന്റ് പറയുമ്പോ ആ പോയിന്റ് തീർക്കാതെ വേറെ ഒന്നിലേക്ക് പോകുന്നു. നമ്മള് സെൽഫ് റെസ്പെക്ട് അല്ല, നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട് വേണം. അല്ലാതെ ചുമ്മാ കൊരങ്ങനൊക്കെ വിളിക്കുന്ന ജാസ്മിൻ തുപ്പുന്നത് എങ്ങനെയാണെന്നാണ് അമ്മായി ചേച്ചി പഠിപ്പിച്ചു തരുന്നത്. ജാസ്മിൻ ഇങ്ങനെയാണ് തുപ്പിയത്. പിന്നെ തുപ്പുന്നതല്ല തുമ്മുന്നത്. അപ്പൊ ജാസ്മിൻ ഇങ്ങനെയാണ് തുമ്മിയത്. അപ്പം തുമ്മുമ്പത്തേക്ക് തുപ്പല് വായിൽ നിന്ന് ഗ്ലാസ്സിൽ വീഴില്ല എന്നാണ് ചേച്ചി പറയുന്നത്. അതുപോലെ തുപ്പുന്നതും തുമ്മുന്നതും തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെ ചേച്ചി കാണിച്ചു തരുന്നുണ്ട്. എനിക്കറിയാൻ പാടില്ല കേട്ടോ, നിങ്ങൾ പറ. നമ്മൾ തുപ്പുമ്പോഴത്തേക്ക് ഒരുപാട് തുപ്പലങ്ങ് വരും, അത്രേ ഉള്ളൂ. തുമ്മുമ്പോഴും വായിൽ നിന്നുള്ള തുപ്പല് വീഴും. ഇത് ഒന്നാമത്തെ കാര്യം. പിന്നെ ചേച്ചി കാണിക്കുന്നത് നമ്മളാരും പൊട്ടന്മാരല്ലല്ലോ, നമ്മളെല്ലാരും കണ്ടതല്ലേ ജാസ്മിൻ എങ്ങനെയാണ് അവിടെ തുമ്മിയതും ആ ഗ്ലാസ്സിനകത്ത് അത് വീഴോന്നുള്ളതും എല്ലാം നമ്മൾ കണ്ടതാണ്. ഈ ചേച്ചി അത് കാണാതെ വന്നിരുന്ന് വെളുപ്പിക്കാൻ നോക്കുമ്പോഴത്തേക്ക് ഇന്ന് ആ ചേച്ചിയുടെ തന്തയ്ക്ക് വിളി ചെറുതൊന്നും ആയിരിക്കത്തില്ല നാട്ടുകാരിന്ന് വിളിക്കുന്നതെന്നാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. ഇത് കാണുന്നവരൊന്നും ചേച്ചിയെ വെറുതെ വിടത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണ് പറയുന്നത്, ഞങ്ങൾ എല്ലാവരും എന്താ പൊട്ടന്മാരോ? അല്ല, എനിക്കറിയാം ചേച്ചി ചിലപ്പോൾ ഭയങ്കര കംപ്ലൈന്റ് കൊണ്ടൊക്കെ വരുമായിരിക്കും. അങ്ങനെ വരുന്ന ചേച്ചിയോട് തന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിനാണ് ജനങ്ങളെ ഇത്രയും മറ്റേ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത് വന്നിരുന്നിട്ട്? ജാസ്മിന്റെ PR ഒന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി. ജാസ്മിന്റെ മറ്റേ കട്ട ഫാൻ ആയിരിക്കും ചേച്ചി, കട്ട ഫാൻ. അതുപോലെ തന്നെ റോഹൻ ഒരു കാര്യം പറയുമ്പോഴത്തേക്ക് തിരിച്ചു ചോദിക്കുന്ന കേട്ടോ, നിങ്ങൾ എന്നെ കൊരങ്ങൻ വിളിച്ചില്ലേ? ഇത് അവൻ കൊരങ്ങനാണോ വിളിച്ചത്? ഒരു പോയിന്റിൽ നിൽക്കാതെ അപ്പുറത്തേക്ക് ചാടി കളിക്കുന്ന ഒരു കൊരങ്ങനെ പോലെ ആണോ ചേച്ചി എന്നാണ് ചോദിച്ചത്. അല്ലാതെ ചേച്ചി കൊരങ്ങനാണ് എന്നല്ല പറഞ്ഞത്, മനസ്സിലായോ? അതുപോലും കയ്യിൽ നിന്ന് പോയി ചേച്ചിയുടെ. അതാണ് സംഭവിച്ചവിടെ. റോഹൻ ഓരോന്നൊക്കെ തിരിച്ചടിച്ചപ്പോഴത്തേക്ക് ആ കയ്യിൽ നിന്ന് പോയി, നാണം കെട്ട് തുടങ്ങി. സംഭവം അത്രേ ഉള്ളൂ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ തോന്നിയത്. അങ്ങനെയാണ്. പിന്നെ എന്തെങ്കിലും പറഞ്ഞ് അവനോട് മറ്റേ ഓപ്പോസിറ്റ് നിൽക്കണമല്ലോ, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ഇങ്ങനെയുള്ള കുറെ ഐറ്റങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് സൂക്ഷിച്ചോ, ചിലപ്പം അടുത്ത കുറെ എണ്ണത്തിനെ കാണാം നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ള ദിവസങ്ങളിലേക്കൊക്കെ എനിക്ക് തോന്നുന്നത്. എന്തൊക്കെ വെളുപ്പിനാണോ വന്നിരുന്നത് ഇതൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക്. നിങ്ങൾ ദൈവത്തെ ഓർത്ത്, ഈ ചേച്ചിയോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ദൈവത്തെ ഓർത്ത് ജാസ്മിനെ പൊക്കി പറയാനായിട്ട് ഇങ്ങനെ വന്നിരിക്കരുത്. കാരണം ഇങ്ങനെ നിങ്ങൾ വന്നിരിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കല്ല പ്രശ്നം. നിങ്ങളുടെ ചിലപ്പം തന്തയ്ക്കും തലവഴിയും കുറെ കമന്റ് വന്നിട്ട് അങ്ങ് പോവും. നാളെ ജാസ്മിൻ ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പൊ നിൽക്കുന്ന ജാസ്മിന് വോട്ട് കുറയാനും നാളെ ജാസ്മിൻ പുറത്തിറങ്ങുമ്പോൾ ഇതൊക്കെ ആ കൊച്ചിനെ ബാധിക്കും ഉറപ്പായിട്ടും. നിങ്ങൾ ഇങ്ങനെയൊക്കെ അവൾ ചെയ്ത തെറ്റിനെ വന്നിരുന്ന് ന്യായീകരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അവക്കാണ് പ്രശ്നം വരാൻ പോകുന്നത്. സോ
സോ പ്ലീസ് ഡോണ്ട് ഡു ദിസ്, പ്ലീസ്. എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അടുത്ത വെളുപ്പിന് 2 ദിവസത്തിനുള്ളിൽ കാണാം. നമ്മുടെ സായി അണ്ണൻ 1-2 ഞാൻ ചാനലിന്റെ പേരൊന്നും പറയുന്നില്ല, 1-2 ചാനലിലേക്കൊക്കെ ഇപ്പൊ വരും ഇന്റർവ്യൂ കൊണ്ട്. അപ്പൊ കാണാം നമ്മൾ ഇത്രയും ദിവസം സംസാരിച്ച കാര്യങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ ഒരു ഉത്തരമായിട്ടായിരിക്കും സായി അണ്ണൻ വരാൻ പോകുന്നതെന്നാണ് ഞാൻ അറിഞ്ഞത് പേഴ്സണലി. എല്ലാത്തിനും അതാണ് 2 ദിവസത്തെ കണ്ണൻ ഒരു ഗ്യാപ്പ് എടുത്തേക്കുക. ഇനി ഇതെല്ലാം ഈ പുറത്ത് നടന്ന കാര്യങ്ങളെല്ലാം കുത്തിയിരുന്ന് നോക്കി നമ്മൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എല്ലാം അണ്ണൻ ഉത്തരം കണ്ടുപിടിച്ച് അണ്ണൻ വരും. മറ്റേ ഇരുന്ന് അങ്ങ് തള്ളി മറിക്കാൻ ഉറപ്പുള്ള കാര്യമാണ്. അണ്ണൻ എന്തായാലും വരട്ടെ. അതപ്പോ നമുക്ക് അപ്പം നോക്കാം. ഈ ചേച്ചിയുടെ ഇന്റർവ്യൂ നമ്മുടെ മൈൽ സ്റ്റോണിനകത്ത് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും മൊത്തത്തിൽ കാണണമെങ്കിൽ പോയി കാണാം. അയ്യോ രസം എന്തായാലും കേട്ടോ. കുറെ കാര്യങ്ങളുണ്ട്, ഇത് കൂടുതലുണ്ട്. എനിക്ക് പിന്നെ വയ്യ, എന്റെ മറ്റേ ദേഷ്യം കൂടുന്നു ഇങ്ങനത്തെ ഓരോന്നൊക്കെ കണ്ടിട്ട്. എന്തിനാണ് പിന്നെ ഞാനൊരു ബിഗ് ബോസ് ഫാനാണ്, ഞാനൊരു സാധനം കാണുന്നതാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരു തെറ്റ് കണ്ടു, അത് ആ ഷോയുടെ ആൾക്കാർ അതിനെ മാക്സിമം മാർക്കറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടെ പോട്ടെ, കൊച്ചിന്റെ ലൈഫ് അതൊക്കെ വിടുക. അതിന്റെ ഇടയ്ക്ക് നമ്മൾ കണ്ട തെറ്റ് നമ്മൾ കണ്ടപ്പം അത് തെറ്റല്ല എന്ന് വന്ന് പറയുന്ന ഇങ്ങനെയുള്ള ചേച്ചിമാരോട് എന്താ പറയണ്ടേ? എനിക്കറിയാൻ പാടില്ല. അപ്പൊ ഞാൻ പറഞ്ഞതിനകത്ത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്നില്ല, ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടെങ്കിലാണെങ്കിലും ശരി, നിങ്ങൾ വന്ന് കമന്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഒന്ന് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. ഞാൻ ഇടയ്ക്ക് ഒരു സോറി പറഞ്ഞതാണ്. ഞാൻ ഈ ചേച്ചി ഇടയ്ക്ക് അമ്മച്ചി അതുപോലെ തന്നെ എന്റെ അങ്ങ് പോയി, ക്ഷമിക്കുക. ഞാൻ ആ പറഞ്ഞത് മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഓക്കെ, ഇനി ഞാനത് മാക്സിമം ചെയ്യാതിരിക്കാൻ ശ്രമിക്കും.